നല്ല നാടൻ ചിക്കൻ കറിയാണ് കേട്ടോ. അത് ആ കളറ് കാണുമ്പോൾ തന്നെ വാവ്. പാട്ടമ്മയാണ് കേട്ടോ. എക്സ്ക്യൂസ് മീ. മിന്നുവിൻ്റെ സ്വന്തം റെസിപ്പിയാന്നൊക്കെയാ പറഞ്ഞത്. ഹലോ എല്ലാവർക്കും വൺസ് അഗെയിൻ വെൽക്കം ടു മൈ ചാനൽ. ഹാപ്പി ക്രിസ്മസ്. ഇന്ന് ഹാപ്പി ക്രിസ്മസ് ആണ്. അങ്ങനെ വലിയ ആഘോഷമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഞങ്ങൾ കുറച്ച് നല്ല ഫുഡ് ഒക്കെ ഉണ്ടാക്കുന്നു. പിന്നെ നാളെ അമ്മയുടെ അച്ഛൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടെ ഒന്നിച്ച് ഇന്നങ്ങ് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഹായ് പറ. ഇന്നലെ ഞാൻ ഇവളെ ഒന്ന് ഒരുക്കിയായിരുന്നേ, പക്ഷെ അതെല്ലാം കളഞ്ഞു. ഊബിങ്ങുമ കാണിച്ച് സുന്ദരിയായോ ചോദിച്ചു. മുറ്റി സുന്ദരിയായെന്ന് ചോദിച്ചു. വീഡിയോ എടുക്കുന്ന ഒന്നും സാറിന് ഇഷ്ടമുള്ള കാര്യമല്ല. ആ ക്രിസ്മസുമ്മയാണോ? ക്രിസ്മസുമ്മ, ക്രിസ്മസുമ്മ. ഹാപ്പി ക്രിസ്മസ് പറ എല്ലാവർക്കും. എന്തൊക്കെയോ കാര്യത്തിൽ ബിസിയാണ് ആള്. അപ്പോൾ ഇന്നത്തെ ഫുഡൊക്കെ എന്താണ്, അവിടെ എന്തൊക്കെയോ അടുക്കളയിൽ പ്ലാനിങ് ഉണ്ട്. ലെറ്റ്സ് സീ. ആൻഡ് ഐ വിൽ ഷോ യു മൈ ക്രിസ്മസ് ട്രീ. ഇതാണ് എൻ്റെ ക്രിസ്മസ് ട്രീ. ഏകദേശം ഒരു 5 വർഷമായി, ബട്ട് സ്റ്റിൽ ഇറ്റ് വർക്ക്സ്. ഇന്നിവിടെ റൈസും പനീർ ബട്ടർ മസാലയും ചിക്കൻ കറിയാണ് കേട്ടോ. ചിക്കൻ കറി അമ്മാമ്മ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചച്ഛൻ്റെ വീട്ടിൽ തൊട്ടടുത്ത് നാടൻ ചിക്കൻ കറി. പനീർ ബട്ടർ മസാല ബൈ മിന്നുവിൻ്റെ പ്രിപ്പറേഷനാണ്. റൈസ് അമ്മ വയ്ക്കും. അതുകൊണ്ട് ഇന്ന് ഞാൻ ഫ്രീ ആണ്. ലഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. റൈസ് നമ്മൾ കാര്യമായിട്ടുള്ള വെജിറ്റബിൾസ് ഒന്നും ഇട്ടില്ല. ഇത് പനീർ ബട്ടർ മസാല, പിന്നെ ചിക്കൻ കറി നോക്കി നല്ല നാടൻ ചിക്കൻ കറിയാണ് കേട്ടോ അമ്മാമ്മ ഉണ്ടാക്കിയത്. പിന്നെ സാലഡ്, പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം വൈൻ. ക്രിസ്മസിന് വൈൻ ഇല്ലാതെ പിന്നെ എന്താ അല്ലേ. ഫൈനലി ദ ലഞ്ച് ഇസ് റെഡി. ക്രിസ്മസ് ലഞ്ച് ഇസ് റെഡി. അപ്പോൾ നിങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നാണ് കഴിക്കുന്നത്. ഒറ്റയ്ക്കല്ല, അമ്മയും അച്ഛനും മിന്നും ഉണ്ട്. മിന്നു ക്യാമറ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം വീഡിയോ എടുത്തതിന് ശേഷം അവർ വരുള്ളൂ. ബിക്കോസ് അവർ വീട്ടിൽ നിൽക്കുന്ന കോലത്തിലാണ്. സോ ദേ വോണ്ട് കം ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ. അപ്പം നമുക്ക് ഓരോന്നായിട്ട് ടേസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് മിന്നു ഉണ്ടാക്കിയത് ടേസ്റ്റ് ചെയ്യണം, അമ്മാമ്മ ഉണ്ടാക്കിയത് ടേസ്റ്റ് ചെയ്യണം. അമ്മാമ്മയുടെ നല്ല നാടൻ ചിക്കൻ കറിയാണ് കേട്ടോ. അത് ആ കളറ് കാണുമ്പോൾ തന്നെ വാവ്, വായിലൂടെ കപ്പലോടും. സൂപ്പർ നാടൻ കറി. നോ ചിക്കൻ മസാല. അമ്മമ്മ ഫുള്ള്, അമ്മമ്മ കൊച്ചച്ഛൻ്റെ അമ്മയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് റൈസും പനീറും പോയി, അവിടെ നിന്ന് ഇങ്ങോട്ട് ചിക്കൻ കറി. അടിപൊളി ടേസ്റ്റ്, നല്ല നാടൻ ചിക്കൻ കറി. ഇനി മോഡേൺ പനീർ ബട്ടർ മസാല ഫ്രം UK. മിന്നുവിൻ്റെ സ്വന്തം റെസിപ്പിയാന്നൊക്കെയാ പറഞ്ഞത്. കൊള്ളാം, പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഉപ്പില്ല. എനിക്ക് അത്രയും മതി. ഉപ്പും കൂടെ ഉണ്ടോ? അല്ലെങ്കിൽ സൂപ്പർ സൂപ്പറാണോ? റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ട്. പക്ഷേ പനീർ എന്തോ ഒരു പ്രശ്നമുണ്ട്. അതായത് ഒരു ക്വാളിറ്റിയുടെ പ്രശ്നം തോന്നുന്നു. ഈ വെള്ളനാടെന്ന് കിട്ടിയോണ്ടായിരിക്കും. പിന്നെ നിങ്ങൾ UK ഫുഡിന്റെ വെച്ച് കമ്പയർ നിന്നെ ഇവിടെ വന്നിട്ട് എല്ലാ വെജിറ്റബിൾസും കഴിച്ചിട്ട് ടേസ്റ്റ് ഇല്ലല്ലോ എന്ന് പറയാം. അവിടെ നല്ല വെജിറ്റബിൾസ് അല്ലേ, അത് വെച്ചിട്ട് ഇവിടെ കമ്പയർ ചെയ്താൽ നമ്മൾ പാവങ്ങൾ ഇതൊക്കെ കിട്ടുന്നതിന് നമുക്ക് വലിയ കാര്യം. അപ്പോൾ അടിപൊളിയായിരുന്നു. ആൻഡ് ദെൻ ഫൈനലി ദിസ് ഈസ് മസ്റ്റ്. അത് സായി കൊണ്ടുവന്നത്. പാട്ടമ്മയാണ് കേട്ടോ. എക്സ്ക്യൂസ് മീ. അച്ഛനും അമ്മയും കൂടെ മുറിക്കാത്ത തകർത്ത് പാട്ട്. ക്രിസ്മസ് സോങ്സ്. ക്രിസ്മസ് പാട്ടാണോ? എനിക്ക് അറിഞ്ഞിട. ഏതോ ഒരു വൃത്തിയായിട്ട് പാടുന്ന പാട്ട്. ഗ്രേറ്റ്. അപ്പൊ എല്ലാവർക്കും സോറി, ഇവിടെ എല്ലാവരും മെറി ക്രിസ്മസ്. മെറി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. അപ്പം ചിയേഴ്സ്.
ഞങ്ങൾ ഇപ്രാവശ്യം 2 സ്റ്റാർ ഇട്ടിട്ടുണ്ട്. ഇത് അപ്പുറത്തെ വീട്ടിലെ ലൈറ്റ്. എനിക്ക് ഈ ലൈറ്റ് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതാ പിന്നെ അവിടെ ഇത് നമ്മുടെ സ്റ്റാർ. മേളിലും സ്റ്റാർ ഇട്ടു, താഴെയും സ്റ്റാർ ഇട്ടു. ഇതിങ്ങനെ ഒരു മൾട്ടി കളർ, അതൊരു യെല്ലോയിഷ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ക്രിസ്മസ്. അങ്ങനെ ചെറിയൊരു ക്രിസ്മസ് ആയിരുന്നു, വലിയ ആഘോഷങ്ങളൊന്നുമില്ല. പിന്നെ പടക്കം പൊതുവെ നമ്മളിപ്പോൾ അങ്ങനെ വെക്കാറില്ല. പണ്ട് വെക്കുമായിരുന്നു കമ്പിത്തിരിയൊക്കെ. ഇപ്പം പിന്നെ അതിനോടുള്ളൊരു ഇതൊക്കെ പോയി. പിന്നെ ഈ ക്രാക്കർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. കാരണം റൂബിക്ക് അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. പിന്നെ കിളികൾക്ക് ഒക്കെ ഇച്ചിരി ബുദ്ധിബോധം വന്നപ്പോൾ അത് നിർത്തി. അപ്പം ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ദിനം ആശംസിക്കുന്നു. ഇനി 2025 എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുവാണ്. എനിക്ക് 2024 അത്ര നല്ലതല്ലായിരുന്നു. ഇറ്റ് വാസ് എ വെരി ബാഡ് ഇയർ ഫോർ മീ. അപ്പോൾ ഹോപ്പിംഗ് 2005 വിൽ ബി ഗുഡ് ഫോർ മീ. അപ്പോൾ എല്ലാവർക്കും, എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. വേറൊരു വ്ളോഗിൽ കാണാം. ബൈ ബൈ.